വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉള്ളവർക്കറിയാം, 9.5 മാസത്തോളം അമ്മയുടെ വയറ്റിൽ കിടന്ന് ഭൂമിയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ രാവും പകലും തിരിച്ചറിയാനും അതുമായി അഡ്ജസ്റ്റ് ആവാനുമൊക്കെ മാസങ്ങളെടുക്കും. അതുവരെ അവരുടെ ഉറക്കവും വിശപ്പും കരച്ചിലുമെല്ലാം തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും വയ്യായ്കകൾ വന്നാൽ അതും നോക്കി ചുറ്റുമുള്ളവർക്ക് കുറച്ചധികം പണിയായിരിക്കും. ഊണും ഉറക്കവുമടക്കം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കുഞ്ഞിന് ചുറ്റുമത് കറങ്ങും. അതിനൊപ്പമായിരിക്കും കുഞ്ഞിൻ്റെ അമ്മയുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും. നോർമൽ ഡെലിവറി ആണെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിൻ്റെ വേദനയും, സിസേറിയൻ ആണെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ വേദനയും ശാരീരിക പ്രശ്നങ്ങളുമെല്ലാം സഹിക്കുന്നതിനൊപ്പമായിരിക്കും കുഞ്ഞിനെ കൂടി കൂളാക്കേണ്ട ഉത്തരവാദിത്വവും ഉണ്ടാവുക. പലപ്പോഴും ഇത് അമ്മമാരെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന സ്റ്റേജിലേക്കും എത്തിക്കും. എന്നാൽ ദിയയെ അതിനൊന്നും വിട്ടുകൊടുക്കാതെ കുഞ്ഞിനെ നോക്കാനും ദിയയെ നോക്കാനും വീടു നിറയെയാണ് ആളുകളുള്ളത്. അതിനൊപ്പം 15 ദിവസത്തേക്ക് പെറ്റേണിറ്റി ലീവിനും അപേക്ഷിച്ചിരിക്കുകയാണ് ദിയയുടെ ഭർത്താവ് അശ്വിൻ. സാധാരണ നമ്മുടെ നാട്ടിൽ പെറ്റേണിറ്റി ലീവ് എന്ന സമ്പ്രദായമില്ല. ജോലി ചെയ്യുന്ന അമ്മമാർക്ക് പ്രസവത്തിനായി 6 മാസമോ 3 മാസമോ ഒക്കെ അവധി കിട്ടിയേക്കും. എന്നാൽ അച്ഛന്മാർ അതിനായി ലീവ് എടുക്കാറില്ല. എന്നാൽ ഇപ്പോൾ ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം കുറച്ചു ദിവസങ്ങൾ ചെലവഴിക്കുവാൻ പെറ്റേണിറ്റി ലീവിന് അപേക്ഷിച്ചിരിക്കുകയാണ് അശ്വിൻ. ലീവ് കിട്ടിയാൽ ഇരട്ടി സന്തോഷത്തിൽ കുഞ്ഞിനും ദിയയ്ക്കും ഒപ്പം നിൽക്കാനാണ് അശ്വിൻ്റെ ഒരുക്കം. അതിനായാണ് ജോലി ചെയ്യുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ അശ്വിൻ അവധിക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുവരെ ലീവ് അനുവദിച്ചു നൽകിയിട്ടില്ല. തൻ്റെ ലീവ് കമ്പനി അധികൃതർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അശ്വിൻ. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ. കോവിഡിന് ശേഷം വർക്ക് ഫ്രം ഹോം ആയാണ് അശ്വിൻ ജോലി ചെയ്യുന്നത്. പലപ്പോഴും ദിയയുടെ വീഡിയോകളിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന അശ്വിനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. പലപ്പോഴും ആ ലാപ്ടോപ്പ് ബാഗുമായാണ് അശ്വിൻ ദിയയ്ക്കൊപ്പം യാത്രകൾ ചെയ്യുന്നതും. എന്തിനേറെ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കുന്നത് പോലും ജോലിക്കിടയിലായിരിക്കും. എന്നാൽ ഇനി മുതൽക്ക് ലാപ്ടോപ്പ് ബാഗല്ല, കുഞ്ഞിൻ്റെ സാധനങ്ങൾ അടങ്ങിയ പെട്ടിയായിരിക്കും അശ്വിൻ്റെ കയ്യിൽ ഉണ്ടാവുകയെന്നും ദിയ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേസമയം തങ്ങളുടെ ആദ്യത്തെ കൺമണിയെ കാണാനും കൈകളിൽ വാങ്ങിക്കാനും ഓമനിക്കാനുമുള്ള ത്രില്ലിലാണ് ദിയ കൃഷ്ണയും അശ്വിനും. 5 മാസം മുതൽ ദിയയും അശ്വിനും കുടുംബാംഗങ്ങളുമെല്ലാം കുഞ്ഞിന് വേണ്ട പ്രൊഡക്റ്റുകൾ വാങ്ങാൻ തുടങ്ങിയിരുന്നു. ജപ്പാൻ പ്രൊഡക്റ്റുകളും ചെന്നൈയിൽ നിന്നും വാങ്ങിയ ഇമ്പോർട്ടഡായ പ്രൊഡക്റ്റുകളുമാണ് അതിലേറെയും ഉള്ളത്. ഡെലിവറി കഴിഞ്ഞ് ഇടാനുള്ള നൈറ്റികളെല്ലാം ദിയയ്ക്ക് സമ്മാനിച്ചത് അശ്വിനാണ്. ലണ്ടനിൽ നിന്നും തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം ഇടാൻ പറ്റുന്ന ഉടുപ്പുകളാണ് കുഞ്ഞിന് വാങ്ങിയത്. ബേബി വന്നിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ ലക്ഷറി വൈബിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ദിയ വാങ്ങിക്കഴിഞ്ഞു. മുതിർന്നവരുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ഉപയോഗിച്ചാൽ കുഞ്ഞിന് അലർജി വന്നേക്കും. കയ്യിൽ കിട്ടുന്ന തുണി ഉപയോഗിച്ച് കുഞ്ഞിനെ തുടയ്ക്കരുത്. അതിനുവേണ്ടിയാണ് കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം തുണികളും സാധനങ്ങളും വാങ്ങിയതെന്ന് അമ്മ സിന്ധുവും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.